ഹരേ കൃഷ്ണ. ശ്രീമദ്ഭാഗവതം തൃതീയ സ്കന്ധം ദ്വിതീയോധ്യായം 30-ാമത്തെ ശ്ലോകം വരെ എടുത്തു. ബാക്കിയുള്ള അവസാനത്തെ ഭാഗങ്ങൾ നമുക്ക് ഇന്ന് നോക്കാം. അതുവരെയുള്ള ശ്ലോകങ്ങൾ അത് ചൊല്ലി നോക്കാം. എല്ലാവരും വൃത്തിയായിട്ട് ചൊല്ലുക. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ്ഭാഗവതേ തൃതീയ സ്കന്ധേ അഥ ദ്വിതീയോധ്യായഃ. ശ്രീശുക ഉവാച ഇതി ഭാഗവത പൃഷ്ടഃ ക്ഷത്രാ വാർത്താം പ്രിയാശ്രയാം പ്രതിവക്തും ന ചോത്സേഹ ഔത്കണ്ഠ്യാത് സ്മാരിതേശ്വരഃ യഃ പഞ്ചഹായനോ മാത്രാ പ്രാതരാശായ യാചിതഃ തന്ന ഇച്ഛദ്രചയൻ യസ്യ സപര്യാം ബാലലീലയാ സ കഥം സേവയാ തസ്യ കാലേന ജരസംഗതഃ പൃഷ്ടോ വാർത്താം പ്രതിബ്രൂയാത് ഭർത്തുപാദാവനുസ്മരൻ സ മുഹൂർത്തമഭൂത്തൂഷ്ണീം കൃഷ്ണാം ഘ്രിസുധയാ ഭൃശം തീവ്രേണ ഭക്തിയോഗേന നിമഗ്നഃ സാധു നിർവൃതഃ പുളകോൽഭിന്ന സർവാംഗോ മുഞ്ചന്മീലദൃശാശുജഃ പൂർണ്ണാർത്ഥോ ലക്ഷിതസ്തേന സ്നേഹപ്രസര സംപ്ലുതഃ ശനകേർഭഗവല്ലോകാൻ നൃലോകം പുനരാഗതഃ വിമൃജ്യ നേത്രേ വിദുരം പ്രത്യാഹോദ്ധവ ഉസ്മയൻ. ഉദ്ധവ ഉവാച കൃഷ്ണദ്യുമണി നിംലോചേ ഗീർണേഷ്വജഗരേണഃ കിന്നു ന കുശലം ബ്രൂയാം ഗതശ്രീഷു ഗൃഹേഷ്വഹം ദുർഭഗോ ബദലോകോയം യദവോ നിതരാമപി യേ വസന്തോ ന വിദുർ ഹരിം മീനാ ഇവോടുപം ഇംഗിതജ്ഞാഃ പുരപ്രൗഢാ ഏകാരാമശ്ച സാത്വതാഃ സാത്വതാമൃഷഭം സർവേ ഭൂതാവാസമമം സദാ ദേവസ്യ മായയാ സ്പൃഷ്ടാ യേ ചാന്യദ് അസദാശ്രിതാഃ ഭ്രാമ്യത്തെ ധീർന്ന തദ്വാക്യൈർ ആത്മന്യുക്താത്മനോഹരോ പ്രദർശ്യാദപ്തതപസാം അവിതൃപ്തദൃശാം നൃണാം ആദായ അന്തരധാസ്യസ്തു സ്വബിംബം ലോകലോചനം യന്മർത്യലീലൗപൈകം സ്വയോഗമായാബലം ദർശയതാഗൃഹീതം വിസ്മാപനം സ്വസ്യ ച സൗഭഗർദ്ധേഃ പരം പദം ഭൂഷണഭൂഷണാംഗം യദ്ധർമ്മസൂനോർബദരാജസൂയേ നിരീക്ഷ്യദൃക് സ്വസ്ത്യേനം ത്രിലോകാ കാസ്യേന ചാദ്യേഹ ഗതം വിധാതുർ അർവാക്സൃതൗ കൗശലമിത്യമന്യത യസ്യാനുരാഗപ്ലുതഃ സരാസലീലാവലോക പ്രതിലബ്ധമാനാഃ വ്രജസ്ത്രിയോ ദൃഗ്ഭിർ അനുപ്രവൃത്തധിയോ അവതസ്ഥൂ കില കൃത്യശേഷാഃ സ്വശാന്തരൂപേഷ്വിതരൈഃ സ്വരൂപൈരഭ്യർദ്യമാനേഷ്വനുകമ്പിതാത്മാ പരാവരേശോ മഹദംശയുക്തോ ഹ്യജോപി ജാതോ ഭഗവാൻ യഥാഗ്നിഃ മാം ഖേദയത്യേതദജസ്യ ജന്മ വിഡംബനം യത് വസുദേവഗേഹേ വ്രജേ ച വാസോ ഇഭയാത് ഇവ സ്വയം പുരാദ്വ്യവാസീൽ യദനന്തവീര്യഃ ദുനോതി ചേതസ്മരതോ മമൈതത് യദാഹ പാദാവഭിവന്ദ്യ പിത്രോഃ താദാംബകം സാദുർശങ്കിതാനാം പ്രസീദതം നോ കൃതനിഷ്കൃതീനാം കോ വാ അമുഷ്യാഘ്രിസരോജരേണും വിസ്മർത്തുമീശീത പുമാൻ വിജിഘ്രൻ യോ വിസ്ഫുരൽ ഭ്രൂവിടപേന ഭൂമേർഭാരം കൃതാന്തേന തിരശ്ചകാര ദൃഷ്ടാ ഭവദ്ഭിർനനു രാജസൂയേ ചൈദ്യസ്യ കൃഷ്ണം വിശദോപി സിദ്ധീയാം യോഗിനഃ സംസ്പൃഹയന്തി സമ്യഗ് യോഗേന കസ്തത് വിരഹം സഹേത തഥൈവ ജാന്യേ നരലോകവീരാ യ ആഹവേ കൃഷ്ണമുഖാരവിന്ദം നേത്രൈഃ പിബന്ധോ നയനാഭിരാമം പാർത്ഥാസ്തഭൂതാഃ പരമാപുരസ്യ സ്വയം തു സാമ്യാതിശയസ്ത്രധീശഃ സ്വരാജ്യലക്ഷ്മ്യാപ്ത സമസ്തകാമഃ ബലിം ഹരദ്ഭിശ്ചിരലോകപാലൈഃ കിരീടകോട്യേടിത പാദപീഠഃ തത്തസ്യ കൈങ്കര്യമലം ഭൃതാന്നോ വിഗ്ലാപയത്യംഗ യദുഗ്രസേനം തിഷ്ഠന്നിഷണ്ണം പരമേഷ്ഠിധിഷ്ണേ നിബോധയദ്ദേവനിധാരേതി അഹോബകീയം സ്തനകാളകൂടം ജിഘാംസയാപായയദപ്യസാധ്വീ ലേഭേ ഗതിം ധ്യാതൃചിതാം തതോന്യം കം വാ ദയാലും ശരണം വ്രജേമ മന്യേ സുരാൻ ഭാഗവതാംസ്ത്രധീശേ സംരംഭമാർഗാഭിനിവിഷ്ടചിത്താൻ യേ സംയുഗേ രക്ഷതതാക്ഷ്യ പുത്രമംസേ സുനാഭായുധം ആപതന്തം വസുദേവസ്യ ദേവക്യാം ജാതോ ഭോജേന്ദ്രബന്ധനെ ചികീർഷുർഭഗവാനസ്യാശമജേനാഭിയാചിതഃ തതോ നന്ദ വ്രജമിത പിത്രാ കംസാദ്വിഭിജ്
വിബിഭ്യത ഏകാദശസമാസ്തത്ര ഗൂഢാർച്ചി സബലോ വസത് പരീതോ വത്സപൈർവത്സാംശ്ചാരയൻ വ്യഹരദ്വിഭുഃ യമുനോപവനെ കൂജദ്വിജസങ്കുലിതാംഘ്രിപേ കൗമാരീം ദർശയംശ്ചേഷ്ടാം പ്രേക്ഷണീയാം വ്രജൗകസാം രുദന്നിവഹസന്മുഗ്ധ ബാലസിംഹാവലോകനഃ സ ഏവ ഗോധനം ലക്ഷ്മ്യാ നികേതം സിതഗോവൃഷം ചാരയൻ അനുഗാൻ ഗോപാൻ രണവേണു അരീരമത് പ്രയുക്താൻ ഭോജരാജേന മായിനക്കാമരൂപിണഃ ലീലയാ വ്യനുദത്താംസ്താൻ ബാലക്രീഡനകാനിവ വിപന്നാൻ വിഷപാനേന നിഗൃഹ്യ ഭുജഗാധിപം ഉത്ഥാപ്യാപായയൽ ഗാവസ്തത്വോയം പ്രകൃതിസ്ഥിതം. ആണ് അടുത്ത ശ്ലോകം പഠിക്കാനുള്ളത്. വിപന്നാൻ വിഷപാനേന നിഗൃഹ്യ ഭുജഗാധിപം ഉത്ഥാപ്യാപായയൽ ഗാവസ്തത്വോയം പ്രകൃതിസ്ഥിതം. പറഞ്ഞിരിക്കുന്നത് വിപന്നാൻ വിഷപാനേന, മൃതപ്രായരായിരിക്കുന്ന വിഷപാനം കൊണ്ട്, ആ വിഷം കുടിച്ചത് കൊണ്ട് മൃതപ്രായരായിരിക്കുന്ന നിഗൃഹ്യ ഭുജഗാധിപം, ആ സർപ്പരാജനെ കീഴടക്കിയിട്ട് ഉത്ഥാപ്യപായൽ ഗാവസ്തത്വോയം, ആ മൃതപ്രായരായിട്ട് കിടക്കുന്ന ഗോപന്മാരെയും പശുക്കളെയും എഴുന്നേൽപ്പിച്ചിട്ട്, എഴുന്നേൽപ്പിച്ചിട്ട് പഴയ പോലെ തന്നെ ആക്കി, വിഷം കുടിക്കാത്ത ആ അവസ്ഥയിലാക്കി. എന്നിട്ട് ആ നല്ല ജലം അവരെ കുടിപ്പിച്ചു. വിപന്നാൻ വിഷപാനേന നിഗൃഹ്യ ഭുജഗാധിപം ഉത്ഥാപ്യാപായേൽ ഗാവസ്തത്വോയം പ്രകൃതിസ്ഥിതം. പദങ്ങൾ: ഭുജഗാധിപം സർവശ്രേഷ്ഠനായ കാളിയനെ, നിഗൃഹ്യ കീഴടക്കിയിട്ട്, വിഷപാനേന അതിൻ്റെ വിഷം കലർന്ന വെള്ളം കുടിച്ച്, വിപന്നാൻ മൃതപ്രായരായിട്ടുള്ള ആ ഗോപന്മാരെയും ഗാവഹ പശുക്കളെയും ഉത്ഥാപ്യ എഴുന്നേൽപ്പിച്ച്, പ്രകൃതിസ്ഥിതം പഴയ പോലെയാക്കി, എന്നിട്ട് തത്തോയം ആ ജലം അപായയൽ കുടിപ്പിച്ചു. എന്നുകൂടി പറയാം. ഭുജഗാധിപം സർപ്പശ്രേഷ്ഠ ആയ ആ കാളിയനെ നിഗൃഹ്യ കീഴടക്കിയിട്ട്, വിഷപാനേന അതിൻ്റെ വിഷം കലർന്ന വെള്ളം കുടിച്ച്, വിപന്നാൻ മൃതപ്രായരായ ഗോപന്മാരെയും ഗാവഹ പശുക്കളെയും ഉത്ഥാപ്യ എഴുന്നേൽപ്പിച്ച്, പ്രകൃതിസ്ഥിതം മുൻപത്തെ പോലെ ആക്കിയ, തത്തോയം ആ ജലം അപായൽ കുടിപ്പിച്ചു. അപ്പോൾ കംസപ്രേരിതരായിരിക്കുന്ന ആ അസുരന്മാർ ശ്രീകൃഷ്ണനെ നിഗ്രഹിക്കാൻ ഇടയ്ക്കെല്ലാം വന്നെത്തും. അവർ മായാവികളാണ്. കുട്ടികൾ പാവകളെ തല്ലിത്തകർക്കുന്നത് പോലെ ലാഘവത്തോടെ ഭഗവാൻ അവരെ യമപുരിക്ക് അയക്കും. കാളിയൻ വിഷം കലർന്ന, അപ്പോൾ ഇന്നത്തെ അന്വയം നോക്കാം നമുക്ക്. ഭുജഗാധിപം നിഗൃഹ്യ വിഷപാനേന വിപന്നാൻ ഗാവഹ ഉത്ഥാപ്യ പ്രകൃതിസ്ഥിതം തത്തോയം അപായയത്. എന്നുകൂടി പറയാം. ഭുജഗാധിപം നിഗൃഹ്യ വിഷപാനേന വിപന്നാൻ ഗാവഹ ഉത്ഥാപ്യ പ്രകൃതിസ്ഥിതം യത് തത്തോയം അപായയത്. അതായത് സർപ്പശ്രേഷ്ഠനായിരിക്കുന്ന കാളിയനെ കീഴടക്കിയിട്ട് അതിൽ വിഷം കലർന്ന വെള്ളം കുടിച്ച് മൃതപ്രായരായിട്ട് കിടക്കുന്ന ഗോപന്മാരെയും പശുക്കളെയും എഴുന്നേൽപ്പിച്ച് പഴയ പോലെയാക്കി അവരെ ജലം കുടിപ്പിച്ചു, നല്ല ജലം കുടിപ്പിച്ചു. എന്നുകൂടി പറയാം. സർപ്പശ്രേഷ്ഠനായ കാളിയനെ കീഴടക്കിയിട്ട് അതിൻ്റെ വിഷം കലർന്ന വെള്ളം കുടിച്ച് മൃതപ്രായരായി കിടക്കുന്ന ഗോപന്മാരെയും പശുക്കളെയും എഴുന്നേൽപ്പിച്ച് ആ പഴയ പോലെയാക്കി ആ നല്ല ജലം അവരെ കുടിപ്പിച്ചു. കാളിയൻ്റെ വിഷം കലർന്ന് യമുനാജലം പാനം ചെയ്ത് മരണമടഞ്ഞ പശുക്കുട്ടികളെയും ഗോപബാലന്മാരെയും അമൃതനിഷ്യന്തിയായിട്ടുള്ള കരുണാകടാക്ഷത്താൽ ജീവിപ്പിച്ചു.
മാത്രമല്ല തൻ്റെ നോട്ടത്താൽ ശുദ്ധമാക്കപ്പെട്ട ആ കാളിന്തി ജലം അവരെ കൊണ്ട് കുടിപ്പിക്കുകയും ചെയ്തു. വിഷജലം കുടിച്ചു മരിച്ച പശുക്കുട്ടികളെയും ഗോപകുമാരന്മാരെയും തൻ്റെ അമൃതം ചൊരിയുന്ന കടാക്ഷത്താൽ എഴുന്നേൽപ്പിച്ചിട്ട് ആ കാളിയനാകുന്ന സർപ്പത്തെ കൊന്ന് കാളിന്തി ജലം അവരെ കുടിപ്പിച്ചു. വിഷസമ്മിശ്രമായ ജലം പാനം ചെയ്യുക നിമിത്തം ആലസ്യം കലർന്ന് കാളിന്തി തീരത്ത് വീണുകിടക്കുന്ന ആ ഗോപന്മാരെയും ഗോക്കളെയും കടാക്ഷാമൃതം വർഷിച്ചിട്ട് ജീവിപ്പിക്കുകയും കാളിയൻ്റെ അഹങ്കാരത്തെ ശമിപ്പിച്ച് ആ സ്ഥാനത്തിൽ നിന്ന് ഓടിക്കുകയും ചെയ്തു. ആ നദിയിലെ ജലം ഏവർക്കും പാനയോഗ്യമാക്കി തീർക്കുകയും ചെയ്തു. ഇതാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. അപ്പോൾ ആ ശ്ലോകം ഒന്നുകൂടി ചെല്ലാം. വിപന്നാൻ വിഷപാനേന നിഗൃഹ്യ ഭുജഗാധിപം ഉത്ഥാപ്യ അപായയൽ ഗാവസ്തത്തോയം പ്രകൃതിസ്ഥിതം. അടുത്ത ശ്ലോകം. അയാജയൽ ഗോസവേന ഗോപരാജം ദ്വിജോത്തമൈഃ വിത്തസ്യ ചോരുഭാരസ്യ ചികീർഷൻ സദ്വ്യയം വിഭുഃ. അയാജയത് ഗോസവേന ഗോപരാജം ദ്വിജോത്തമൈഃ വിത്തസ്യ ചോരുഭാരസ്യ ചികീർഷൻ സദ്വ്യയം വിഭുഃ. അയാജയത് ഗോസവേന, ഗോസവം എന്ന ഒരു യജ്ഞം കഴിച്ചു ഭഗവാൻ. യജ്ഞം കഴിപ്പിച്ച് ഗോസവേന ഗോപരാജം ദ്വിജോത്തമൈഃ, ആ ഗോപരാജനായിരിക്കുന്ന ആ നന്ദഗോപരെ കൊണ്ട് കഴിപ്പിച്ചു. വിത്തസ്യ ചോരുഭാഗസ്യ, സമ്പത്തിനെ സദുപയോഗം ചെയ്യാൻ വേണ്ടിയിട്ട്. വിത്തസ്യ ചോരുഭാരസ്യ ചികീർഷൻ സദ്വ്യയം വിഭു, ആ സമ്പത്തിനെ സദുപയോഗം ചെയ്യണം എന്ന് ഉദ്ദേശിച്ചിട്ട് ആ ഭഗവാൻ ആ ബ്രാഹ്മണന്മാരാൽ ആ നന്ദഗോപരെ കൊണ്ട് ഗോസവം എന്ന ഒരു യജ്ഞം കഴിപ്പിച്ചു എന്നാണ്. അയാജയൽ ഗോസവേന ഗോപരാജം ദ്വിജോത്തമൈഃ വിത്തസ്യ ചോരുഭാരസ്യ ചികീർഷൻ സദ്വ്യയം വിഭുഃ. പദങ്ങൾ ഉരുഭാരസ്യ ഭാരിച്ച, വിത്തസ്യ സമ്പത്തിനെ, ഭാരിച്ച സമ്പത്തിനെ, സദ്വ്യയം സദുപയോഗത്തെ, ചികീർഷൻ ച ഇച്ഛിച്ച, വിഭുഃ ശ്രീകൃഷ്ണൻ, ദ്വിജോത്തമൈഃ ആ ബ്രാഹ്മണ പുരോഹിതരാൽ, ഗോപരാജം ആ നന്ദഗോപനെ കൊണ്ട്, ഗോസവേന ഗോസവം എന്ന ഒരു യാഗം, അയാജയത് കഴിപ്പിച്ചു. എന്നും കൂടി പറയാം. ഉരുഭാരസ്യ ഭാരിച്ച, വിത്തസ്യ സമ്പത്തിൻ്റെ, ഉരുഭാരസ്യ എന്ന് പറയുന്നത് ഭാരിച്ച, വിത്തസ്യ സമ്പത്തിൻ്റെ, സദ്വ്യയം സദുപയോഗത്തെ, ചികീർഷൻ ച ഇച്ഛിച്ച, വിഭുഃ ശ്രീകൃഷ്ണൻ, ദ്വിജോത്തമൈഃ ആ ബ്രാഹ്മണ പുരോഹിതരാൽ, ഗോപരാജം നന്ദഗോപനെ കൊണ്ട്, ഗോസവേന ആ ഗോസവം എന്ന യാഗം, അയാജയത് കഴിപ്പിച്ചു. അന്വയം. ഉരുഭാരസ്യ വിത്തസ്യ സദ്വ്യയം ചികീർഷൻ ച വിഭുഃ ദ്വിജോത്തമൈഃ ഗോപരാജം ഗോസവേന അയാജയത്. എന്നുകൂടി പറയാം. ഉരുഭാരസ്യ വിത്തസ്യ സദ്വ്യയം ചികീർഷൻ, സദ്വ്യയം ചികീർഷൻ ച വിഭുഃ ദ്വിജോത്തമൈഃ ഗോപരാജം ഗോസവേന അയാജയത്. ഒന്നും കൂടി പറയാം. ഉരുഭാരസ്യ വിത്തസ്യ സദ്വ്യയം
ചികീർഷൻ ച വിഭുഃ ദ്വിജോത്തമൈഃ ഗോപരാജം ഗോസവേന അയാചയത്. അതായത് ആ ഭാരിച്ച സമ്പത്തിൻ്റെ ആ സതുപയോഗത്തെ ഇച്ഛിച്ച ആ ഭഗവാൻ ശ്രീകൃഷ്ണൻ ആ പുരോഹിതന്മാരെ കൊണ്ട് പുരോഹിതന്മാരാൽ ആ നന്ദഗോപരെ കൊണ്ട് ആ ഗോസവം എന്ന യജ്ഞം കഴിപ്പിച്ചു. ഭാരിച്ച സമ്പത്തിൻ്റെ ആ സതുപയോഗം ഇച്ഛിച്ച ആ ഭഗവാൻ ശ്രീകൃഷ്ണൻ ബ്രാഹ്മണ പുരോഹിതന്മാരാൽ ആ നന്ദഗോപരെ കൊണ്ട് ആ ഗോസവം എന്ന യാഗം അവിടെ കഴിപ്പിച്ചു. ധനം സമ്പാദിച്ചു വെച്ചാൽ അതിനെ സദ്വിഷയങ്ങൾക്ക് വേണ്ടിയിട്ട് ചെലവഴിക്കണം. ഗോപശ്രേഷ്ഠനായിരിക്കുന്ന നന്ദഗോപർക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വിശിഷ്ടമായ കർമ്മം ഗോക്കളുടെ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ടുള്ള യജ്ഞങ്ങളാണ്. ഇവിടെ ഗോസവം എന്ന പ്രത്യേക യജ്ഞം തന്നെ പറയപ്പെട്ടു. അപ്പോൾ ഭഗവാൻ വർദ്ധിച്ച ഐശ്വര്യം യഥാവിധി ഉപയോഗപ്പെടുത്തുവാൻ ആ നന്ദഗോപരെ കൊണ്ട് പശുക്കളുടെയും മറ്റും പൂജാത്മകം ആയിട്ടുള്ള ഒരു യജ്ഞം അവിടെ ചെയ്യിച്ചു. പശുക്കളുടെ അഭിവൃദ്ധി നിമിത്തം നന്ദഗോപരുടെ ആ ഭണ്ഡാരം നിറഞ്ഞിരിപ്പാൻ വർദ്ധിച്ചിരിക്കുന്ന ആ ധനത്തെ സദ്വിഷയത്തിൽ ചെലവ് ചെയ്യിക്കണം എന്നാലോചിച്ചിട്ട് കൃഷ്ണൻ വിധിപ്രകാരം ഗോസവം എന്ന യാഗം കഴിപ്പിക്കാൻ ഉള്ള വൈദിക ബ്രാഹ്മണരെ വരുത്തി. അവരെ കൊണ്ട് ആ നന്ദഗോപരുടെ ഗോകുലം അഭിവൃദ്ധിയിൽ വരുവാൻ ദൈവപ്രസാദം ഉണ്ടാവേണ്ടതിന് ഉപകരിക്കുന്ന ഒരു യാഗത്തെ ചെയ്യിച്ചു ആണ് ആ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. തൈത്തിരീയ ബ്രാഹ്മണം, ആപസ്തംഭശ്രൗതം ഇങ്ങനെയുള്ളതിലൊക്കെ ഈ ഗോസവത്തിൻ്റെ ഈ ഒരു യജ്ഞത്തിൻ്റെ വിധി പറയുന്നുണ്ട്. ഇത് വളരെ അപൂർവമായി മാത്രം നടത്തി വരാറുള്ള ഒരു യജ്ഞമാണ്. സോമയാഗത്തിൽ ഏകാഹം എന്ന വിഭാഗത്തിൽ പെടുന്നു. ഈ യാഗത്തിന് ശേഷം യജമാനൻ ഒരു സംവത്സരക്കാലം പശുവ്രതം അനുഷ്ഠിക്കണം. തേനേഷ്ട്വ സംവത്സരം പശുവ്രതോ ഭവതി ഉപാവഹായോദകം പിബേതൃണാനി ചാച്ഛിന്ദ്യാത് ഉപമാതരം യാതുപ സ്വസാരമുപ സഗോത്രാം ഇത്യാദി. പശുവെ പോലെ വെള്ളം കുടിച്ചും പുല്ലു തിന്നും പശുക്കുട്ടിയെ പോലെ അഭിനയിച്ച് അമ്മ, സഹോദരി, സഗോത്രയായിട്ടുള്ള മറ്റു സ്ത്രീ എന്നിവരെയും സമീപിക്കണമെന്നർത്ഥം. നന്ദഗോപർ ഇപ്രകാരം ഒരു വ്രതം അനുഷ്ഠിക്കുന്നത് ഗോകുലവാസികൾക്ക് വിനോദകരമായിരിക്കും. ഈ വ്രതമെന്ന വ്യാജേന ഭഗവാൻ നന്ദഗോപരെ ഒരു സംവത്സരം ആ പശുജീവിതം നയിപ്പിച്ചു എന്നർത്ഥം. ബാലലീലകളിൽ അത്യാകർഷകമായിട്ടുള്ള ഒന്നായി ഇതിനെ ചിത്രീകരിക്കാം. നന്ദഗോപരുടെ വ്രതചര്യ ചിന്തിച്ചാൽ ആരും പൊട്ടിച്ചിരിച്ചു പോകും. വ്യാസൻ ഹാസ്യസാഹിത്യം പരോക്ഷമായിട്ട് ആവിഷ്കരിക്കുന്ന ഒരു സന്ദർഭം ആണ് ഇത്. ഇതാണ് ഗോസവം എന്ന യജ്ഞം. ഇനി അടുത്ത ശ്ലോകം നോക്കാം. വർഷതീന്ദ്രേ വ്രജക്കോപാൽ ഭഗ്നമാനേതി വിഹ്വലഃ ഗോത്രൈ ലീലാതപത്രേണാത്രാതോ ഭദ്രാനുഗൃഹ്ണത. വർഷതീന്ദ്രേ വ്രജക്കോപാത് ഭഗ്നമാനേതി വിഹ്വലഃ ഗോത്രലീലാതപത്രേണാത്രാതോ ഭദ്രാനുഗൃഹ്ണത. വർഷതീവ്രേ വ്രജക്കോപാൽ ഭഗ്നമാനേതി വിഹ്വലഃ. അപ്പോൾ വ്രജത്തിൽ അതിവർഷം ഉണ്ടായി. കോപാത് ഭഗ്നമാനേ, ആ അഭിമാനം പോയ ആ ഇന്ദ്രൻ അതിവർഷം പൊഴിച്ചു. അതിവിഹ്വല, അത് കണ്ടിട്ട് എന്താണ് ഭയന്ന് വരച്ച ആ ഗോകുലം. ഗോത്രലീലാതപത്രേണ ത്രാതോ, അതിനെ ഗോകുലത്തെ രക്ഷിപ്പാനായിട്ട് അനുഗ്രഹിപ്പാനായിട്ട് ആ ഗോത്രലീലാരൂപേണ ആ ഒരു കളിക്കുടയായിട്ട്, ലീലാതപത്രേണ ഒരു കളിക്കുടയായിട്ട് ആ ഗോവർദ്ധന പർവ്വതത്തെ
പിടിച്ചുകൊണ്ട് ആ ഗോകുലത്തെ രക്ഷിച്ചു. വർഷതീവ്രേ വ്രജകോപാത് ഭഗ്നമാനേതി വിഹ്വലഃ ഗോത്രലീലാതപത്രേണ ത്രാതോ ഗൃഹ്ണത. ഹേ ഭദ്ര, അല്ലയോ മംഗളരൂപ, ഭഗ്നമാനേ അഭിമാനത്തിന് മങ്ങലേറ്റ ഇന്ദ്രേ ദേവേന്ദ്രൻ, അഭിമാനത്തിന് മങ്ങലേറ്റ ഇന്ദ്രൻ ദേവേന്ദ്രൻ വർഷതി അതിവർഷം ആരംഭിച്ചപ്പോൾ അതിവിഹ്വല ഭയന്ന് വിറച്ച വ്രജഃ ഗോകുലം അനുഗൃഹ്ണത അനുഗ്രഹിപ്പാനായിട്ട് ഗോത്രലീലാതപത്രേണ ഒരു കളിക്കുടയായി ഗോവർദ്ധന പർവ്വതത്തെ പിടിച്ചുകൊണ്ട് ത്രാതഃ രക്ഷിക്കപ്പെട്ടു. ഒന്നുകൂടി പറയാം. ഹേ ഭദ്ര, അല്ലയോ മംഗളരൂപ, ഭഗ്നമാനെ അഭിമാനത്തിന് മങ്ങലേറ്റ ഇന്ദ്രേ ദേവേന്ദ്രൻ വർഷതി അതിവർഷം ആരംഭിച്ചപ്പോൾ അതിവിഹ്വലഃ ഭയന്ന് വിറച്ച വ്രജഃ ഗോകുലം അനുഗൃഹാത്മാ അനുഗ്രഹിപ്പാനായിട്ട് ഗോത്രലീലാതപത്രേണ ഒരു കളിക്കുടയായിട്ട് ഗോവർദ്ധന പർവ്വതത്തെ പിടിച്ചുകൊണ്ട് ത്രാതഃ രക്ഷിക്കപ്പെട്ടു. അതിലത്തെ അന്വയം ഹേ ഭദ്ര, ഭഗ്നമാനേ ഇന്ദ്രഃ വർഷതി അതിവിഹ്വലഃ വ്രജഃ അനുഗൃഹ്ണത ഗോത്രലീലാതപത്രേണ ത്രാതഃ. എന്നൂടി പറയാം. ഹേ ഭദ്ര, ഭഗ്നമാനേ ഇന്ദ്രേ വർഷതി അതിവിഹ്വലഃ വ്രജഃ അനുഗൃഹ്ണത ഗോത്രലീലാതപത്രേണ ത്രാതഃ. അല്ലയോ മംഗളരൂപ, അഭിമാനത്തിന് മങ്ങലേറ്റ ആ ദേവേന്ദ്രൻ അതിവർഷം ആരംഭിച്ചപ്പോൾ ഭയന്നു വിറച്ച ആ ഗോകുലം ആ ഗോകുലത്തെ അനുഗ്രഹിപ്പാനായിട്ട് ഒരു കളിക്കുടയായിട്ട് ഗോവർദ്ധന പർവ്വതത്തെ പിടിച്ചുകൊണ്ട് ആ ഗോകുലത്തെ രക്ഷിക്കപ്പെട്ടു. അല്ലയോ മംഗളരൂപ, അഭിമാനത്തിന് മങ്ങലേറ്റ ദേവേന്ദ്രൻ അതിവർഷം ആരംഭിച്ചപ്പോൾ ഭയന്നു വിറച്ച ആ ഗോകുലം രക്ഷിപ്പാനായിക്കൊണ്ട് അനുഗ്രഹിപ്പാനായിക്കൊണ്ട് ആ ഒരു കളിക്കുട എന്ന പോലെ ആ ഗോവർദ്ധനത്തെ പിടിച്ചുകൊണ്ട് രക്ഷിക്കപ്പെട്ടു എന്നുള്ളതാണ് ആ ശ്ലോകത്തിൽ പറയുന്നത്. തുടർന്ന് വിവരിക്കുന്നത് ഗോവർദ്ധനോദ്ധാരണം. അപമാനിക്കപ്പെട്ട ഇന്ദ്രൻ കോപിച്ച് വ്രജത്തെ നശിപ്പിക്കാൻ കഠിനമായിട്ട് മഴ പെയ്ച്ചു. ഭക്താനുഗ്രഹം തൽപരനായിരിക്കുന്ന ആ ശ്രീകൃഷ്ണൻ ഒരു കളിക്കുട പിടിക്കുന്ന ലാഘവത്തോടെ ആ ഗോവർദ്ധന പർവ്വതത്തെ പിടിച്ച് ആ ഗോകുലത്തെ സംരക്ഷിച്ചു. ഭദ്ര, അഭിമാനം തകർന്ന ഇന്ദ്രൻ ഗോകുലം നശിപ്പിക്കാൻ ഭദ്ര, അഭിമാനം തകർന്ന ഇന്ദ്രൻ ഗോകുലം നശിപ്പിക്കുവാൻ കോപേന വർഷിക്കുവാൻ തുടങ്ങിയപ്പോൾ അനുഗ്രഹം ചൊരിയുന്ന അദ്ദേഹത്താൽ പർവ്വതം കുടയാക്കി അതിവിഹ്വലമായിരിക്കുന്ന ആ ഗോകുലം രക്ഷിക്കപ്പെട്ടു. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇന്ദ്രൻ കോപിക്കുക ഹേതുവായിട്ട് അതിവർഷം കൊണ്ട് ഗോകുലത്തെ നശിപ്പിക്കുവാൻ ഭാവിച്ചപ്പോൾ ഹേ ഭദ്രേ ഗോകുലം ഭയചകിതമായിട്ട് ഭവിച്ചു. ആ നാശം തീർത്ത് അനുഗ്രഹിപ്പാൻ ഭാവിച്ച ഭഗവാൻ ഗോവർദ്ധന പർവ്വതത്തെ ലീലാതപത്രമായി ധരിച്ച് ഇന്ദ്രകൃതമായ അതിവർഷത്തിൽ നിന്ന് ആ ഗോകുലത്തെ പരിപാലിച്ചു. ഇതാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞത്. ഹർഷതീവ്രേണ വ്രജ കോപാത് ഭഗ്നമാനേതി വിഹ്വലഃ ഗാത്രലീലാതപത്രേണ
ത്രാതോ ഭദ്രാനുഗൃഹത. അവസാനത്തെ ശ്ലോകം. ശരത് ശശികരൈർമൃഷ്ടം മാനയൻ രജനീമുഖം ഗായൻ കളപദം രേമേ സ്ത്രീണാം മണ്ഡലമണ്ഡനഃ. ശരത് ശശികരൈർമൃഷ്ടം മാനയൻ രജനീമുഖം ഗായൻ കളപദം രേമേ സ്ത്രീണാം മണ്ഡലമണ്ഡനഃ. ശരത് ശരത് ശശികരൈർമൃഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരത്കാലചന്ദ്രൻ്റെ രശ്മികളാൽ, മൃഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രശ്മികളാൽ നിലാവണിഞ്ഞിരിക്കുന്ന രജനീമുഖം, ആ രാത്രിയുടെ ആരംഭത്തെ ആദരിച്ചുകൊണ്ടും ആ മധുരസംഗീതം ആലപിച്ചുകൊണ്ടും ആ മണ്ഡനഃ, ആ സ്ത്രീ സംഘത്തിന് അലങ്കാരം ആകും വണ്ണം ഭഗവാൻ ആനന്ദിച്ചപ്പോൾ അവിടെ ക്രീഡ ചെയ്തു എന്നുള്ളതാണ് പറയണത്. ശരത്കാലം അസമാഗതമായപ്പോൾ ആ ചന്ദ്രികാ പ്രകാശിതമായിരിക്കുന്ന രാത്രികളിൽ മനോഹരമായിട്ട് വേണുഗാനം ചെയ്തുകൊണ്ട് ആ ഗോപസ്ത്രീകളുടെ മധ്യത്തിൽ രാസലീലാലോലനായിട്ട് അവരെയെല്ലാം ആനന്ദിപ്പിച്ചുകൊണ്ട് ക്രീഡിച്ചു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അതിലത്തെ പദങ്ങൾ നോക്കാം. ശരത് ശശികരൈഹി, ശരത്കാലചന്ദ്രൻ്റെ രശ്മികളാൽ, മൃഷ്ടം നിലാവണിഞ്ഞ, രജനീമുഖം രാത്രിയുടെ ആരംഭത്തെ, മാനയൻ ആദരിച്ചുകൊണ്ടും, കളപദം മധുരസംഗീതം ആലപിച്ചുകൊണ്ടും, മണ്ഡല സ്ത്രീ സംഘത്തിന് അലങ്കാരമായിക്കൊണ്ടും അദ്ദേഹം അവിടെ ക്രീഡിച്ചു. ഒന്നും കൂടി പറയാം. ശരത് ശശികരൈഹി, ശരത്കാലചന്ദ്രൻ്റെ രശ്മികളാൽ, മൃഷ്ടം നിലാവണിഞ്ഞ, രജനീമുഖം രാത്രിയുടെ ആരംഭത്തെ, മാനയൻ ആദരിച്ചുകൊണ്ടും, കളപദം മധുരസംഗീതം ഗായൻ ആലപിച്ചുകൊണ്ടും, സ്ത്രീണാം മണ്ഡലമണ്ഡനഃ സ്ത്രീ സംഘത്തിന് അലങ്കാരമാകും വണ്ണം ഭഗവാൻ അവിടെ ക്രീഡിച്ചു. അതിലത്തെ അന്വയം. ശരത് ശശികരൈഹി മൃഷ്ടം രജനീമുഖം മാനയൻ കളപദം ഗായൻ സ്ത്രീണാം മണ്ഡലമണ്ഡനഃ രേമേ. ശരത് ശശികരൈഹി മൃഷ്ടം രജനീമുഖം മാനയൻ കളപദം ഗായൻ സ്ത്രീണാം മണ്ഡലമണ്ഡനഃ രേമേ. ശരത്കാലചന്ദ്രൻ്റെ ആ നിലാവണിഞ്ഞ രാത്രിയുടെ ആരംഭത്തെ ആദരിച്ചുകൊണ്ടും മധുരസംഗീതം ആലപിച്ചുകൊണ്ടും സ്ത്രീ സംഘത്തിന് അലങ്കാരമാകും വണ്ണം ഭഗവാൻ അവിടെ ക്രീഡിച്ചു. ഒന്നും കൂടി പറയാം. ശരത്കാലചന്ദ്രൻ്റെ ആ നിലാവണിഞ്ഞ രാത്രിയുടെ ആരംഭത്തെ ആദരിച്ചുകൊണ്ടും മധുരസംഗീതം ആലപിച്ചുകൊണ്ടും ആ സ്ത്രീ സംഘത്തിന് അലങ്കാരമാകും വണ്ണം അവിടെ ഭഗവാൻ ക്രീഡിച്ചു. ശരത്കാലം സമാഗതമായപ്പോൾ ചന്ദ്രികാ പ്രകാശിതമായ രാത്രികളിൽ മനോഹരമായിട്ട് ആ വേണുഗാനം ചെയ്തുകൊണ്ട് ആ ഗോപസ്ത്രീകളുടെ മധ്യത്തിൽ രാസലീലാലോലനായിട്ട് അവരെയെല്ലാം ആനന്ദിപ്പിച്ചുകൊണ്ട് ക്രീഡിച്ചു. ശരത്കാലത്തെ ആ ചന്ദ്രികാമസൃണമായ സായാഹ്നത്തെ മാനിച്ചുകൊണ്ടും മനോഹരമായി വേണുഗാനം ചെയ്തുകൊണ്ടും അദ്ദേഹം സ്ത്രീ സമൂഹ മധ്യത്തിൽ രമിച്ചു. ശരത്കാലത്തിൽ മേഘം മറവില്ലാതെ ഉദിച്ചുയരുന്ന ആ ചന്ദ്രൻ്റെ കിരണങ്ങൾ എങ്ങും വ്യാപിച്ച് വിളങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രദോഷ സമയത്തിൽ ആ സമയത്തെ ബഹുമാനിക്കുന്നവനെന്ന നിലയിൽ ഓടക്കുഴൽ കൊണ്ട് മനോഹരമായി ഗാനം ചെയ്യുന്നതിനെ കേട്ടിട്ട് അവിടെ വന്നണഞ്ഞ ഗോപികകളുടെ സംഘത്തെ അലങ്കരിക്കുവാൻ അവരോടുകൂടി ചേർന്ന് പാടിക്കളിച്ച് രമിച്ചു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം തൃതീയസ്കന്ധേ വിതുരോദ്ധവ സംവാദേ ദ്വിതീയോധ്യായഃ. ദ്വിതീയോധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. ഇതിലത്തെ ശ്ലോകസംഖ്യ 34. അപ്പോൾ ഇന്ന് ചൊല്ലിയിട്ടുള്ള 4 ശ്ലോകങ്ങൾ ചൊല്ലാം.
വിപന്നാൻ വിഷപാനേന നിഗൃഹ്യ ഭുജഗാധിപം ഉത്ഥാപ്യാപായയൽ ഗാവസ്തത്തോയം പ്രകൃതിസ്ഥിതം അയാജയദ്ഗോസവേന ഗോപരാജം ദ്വിജോത്തമൈഃ വിത്തസ്യ ചോരുഭാരസ്യ ചികീർഷൻ സദ്വ്യയം വിഭുഃ വർഷതീന്ദ്രേ വ്രജക്കോപാദ ഭക്തമാനേതി വിഹ്വലഃ ഗോത്രലീലാതപത്രേണ ത്രാതോ ഭദ്രാനുഗൃഹ്ണത ശരച്ശശിഖരേർമൃഷ്ട മാനയൻ രജനീമുഖം ഗായൻ കളപദം രേമേ സ്ത്രീണാം മണ്ഡനഃ. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ തൃതീയസ്കന്ധേ പാരമഹംസ്യാം സംഹിതായാം വിദുരോദ്ധവ സംവാദേ ദ്വിതീയോധ്യായഃ. സത്യം പരം ധീമഹി. ശ്രീരാധാകൃഷ്ണാഭ്യാം നമഃ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. ശ്രീഹരയേ നമഃ. ശ്രീഹരയേ നമഃ. ശ്രീഹരയേ നമഃ. ഇതോടുകൂടിയിട്ട് ആ തൃതീയ സ്കന്ധം ദ്വിതീയോധ്യായം അവസാനിക്കുകയാണ്. അപ്പോൾ നാളെ അതിൻ്റെ സമർപ്പണം, പിന്നെ ബാക്കിയുള്ള ഭാഗങ്ങൾ, ആശയങ്ങൾ, അവലോകനം, സംഗ്രഹം എന്നിവ, പിന്നെ ചോദ്യോത്തര പങ്ക്തി, ഇതെല്ലാം ചേർത്ത് നമുക്ക് അടുത്ത അധ്യായം എത്രയും പെട്ടെന്ന് തുടങ്ങണം. എല്ലാവരും ഇത് വളരെ ആക്റ്റീവായിട്ട് ഇത് വായിച്ച് പഠിച്ച് വൃത്തിയായിട്ട് അതിനെ അവലോകനം ചെയ്ത് ആ സംഗ്രഹമൊക്കെ വായിച്ച് അത് മനസ്സിലാക്കുക. അടുത്ത അധ്യായത്തിലേക്ക് നമുക്ക് കടക്കുകയും ചെയ്യാം. ഹരേ കൃഷ്ണ.